ഈ വർഷത്തെ സാഹിത്യ നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. പുരസ്കാരം ഹംഗേറിയൻ എഴുത്തുകാരൻ ലാസ്ലോ ക്രാസ്നോ ഹോർഹയ്ക്ക്. വിവരങ്ങളുമായി ഇപ്പോൾ എ.പി. സജിഷ ചേരുന്നുണ്ട്. സജിഷ, നിരവധി ആളുകളുടെയൊക്കെ പേരുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പല നിരൂപകരും നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ലാസ്ലോയ്ക്ക് ഈ ഒരു നേട്ടം കൈവരുന്നത്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര കാത്തിരിപ്പിനൊടുവിൽ ലാസ്ലോ ക്രാസ്നോ ഹോർഹയ്ക്ക് ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. 10 വർഷമായി ഉയർന്നു വരുന്ന നോബൽ സമ്മാനം എല്ലാ കാലത്തും പ്രഖ്യാപിക്കുമ്പോഴും 10 വർഷത്തോളമായി ഉയർന്നു വരുന്ന ഒരു പേരാണ് ഹോർഹയുടേത്. ഹംഗേറിയൻ എഴുത്തുകാരനാണ് അദ്ദേഹം. ഒട്ടേറെ നിരവധി കൃതികൾ അദ്ദേഹത്തിൻ്റെ, അതായത് മെലഞ്ചോളി ഓഫ് റെസിസ്റ്റൻസ് പോലുള്ള ഒരു പ്രമുഖ കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, എഴുത്തുകാരൻ, നോവലിസ്റ്റും ചെറുകഥാകൃത്തും തിരക്കഥാകൃത്ത് എന്നീ വ്യത്യസ്ത മേഖലകളിൽ ഒരു ബഹുമുഖ പ്രതിഭയായിട്ട് തെളിയിച്ചിരുന്ന എഴുത്തുകാരനായിരുന്നു ഹോർഹെ. ഇത്തവണ നമുക്ക് പറയുകയാണെങ്കിൽ, ഇത്തവണ ആദ്യത്തെ പട്ടികയിൽ പല നിരൂപകരും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ സാധ്യതാ പട്ടികയിൽ ഹോർഹെ ഉണ്ടായിരുന്നില്ല. എല്ലാ കാലത്തും 10 വർഷമായിട്ട് ഹോർഹയുടെ പേര് വരുന്നുണ്ട്. പക്ഷേ ഇത്തവണ സൽമാൻ റുഷ്ദിയും കാൻസുവും, ചൈനീസ് എഴുത്തുകാരിയായ കാൻസുവും, അതുപോലെ തന്നെ അമിതാവ് ഘോഷ്, ഇന്ത്യക്കാരനായിട്ടുള്ള അമിതാവ് ഘോഷ് പോലുള്ള പല എഴുത്തുകാരുടെ പേരുകളും സാധ്യതാ പട്ടികയിലുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഹോർഹയ്ക്കാണ്. പക്ഷേ ഇത് ഇത്തവണ അപ്രതീക്ഷിതമെന്ന് പറയാമെങ്കിലും പക്ഷേ മുൻകാലങ്ങളിലെല്ലാം ഈ പേര് സജീവമായിരുന്നു എന്ന് തന്നെയാണ് ഹോർഹയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പല എഴുത്തുകളും പല രചനകളും സിനിമകളായിട്ട് രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പറയാനുള്ളത് മെലഞ്ചോളി ഓഫ് ദി റെസിസ്റ്റൻസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെയുള്ള സാത്താൻ റാങ്കോ പോലുള്ള കൃതികൾ. കാരണം അദ്ദേഹത്തിന് ബുക്കർ സമ്മാനം പോലും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലായിരുന്നു ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നോബൽ സമ്മാന പട്ടികയിലായിരുന്നു ഒരുപാട് കാലങ്ങളോളം ഹോർഹയുടെ പേരുകൾ അവിടെ സജീവമായി നിലനിന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കൃതികളാണെങ്കിലും ഒരു ഭാവനാത്മകമായിട്ടുള്ള ഒരു തരം ഫിലോസഫിക്കലായിട്ടുള്ള മനുഷ്യ ജീവിതങ്ങളെ ഇഴചേർന്ന് അത് ഫിലോസഫിയുമായിട്ട് ഇഴചേർന്നിട്ടുള്ള പല കൃതികളും അദ്ദേഹത്തിൻ്റെതായി രചിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഏറെക്കാലമായിട്ട് 71കാരനായിട്ടുള്ള ഹോർഹയുടെ പേര് ഏറെക്കാലമായിട്ട് നോബൽ സമ്മാന രംഗത്ത്, സാഹിത്യ രംഗത്ത് എപ്പോഴും സാധ്യതാ പട്ടികയിലുണ്ടായിരുന്നു. അതിപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ നോബൽ സമ്മാനമായിട്ട്, ഏറ്റവും വലിയ പുരസ്കാരമായിട്ടുള്ള നോബൽ സമ്മാനം ലാസ്ലോ ഹോർഹയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു.